വേറെ എന്തോരം പെണ്ണുങ്ങളുണ്ടായിരുന്നാ ഏത് നേരത്താണെന്തോ ഇയാളുടെ മോളോട് തന്നെ വികാരം തോന്നി. എന്നാൽ ഞാൻ ഒരു വികാര ജീവിയായിട്ട് വരുമ്പോഴേക്കും ഈ തള്ളയും മോളും കൂടിയിട്ട് പാറ്റേനെ ചെരുപ്പിന് അടിച്ചു കൊല്ലണ പോലെ അടിച്ചു വന്നു. എന്നാൽ അതുകൊണ്ട് തീർന്നാ ഇല്ല, ഈ ചത്തേനെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ട് ഇനി കുഴിച്ചിട്ടോടത്തൊന്ന് മനസമാധാനമായിട്ട് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാലോ അവിടുന്ന് വീണ്ടും വലിച്ചെടുത്തിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കൊണ്ട് കുഴിച്ചിട്ട് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ഈ കുഴിച്ചിട്ടോടുന്ന് വീണ്ടും ഇടക്കിടക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വല്ല മുളപ്പിക്കാൻ വെച്ചുള്ള ചക്കക്കൂരാണോ? ഇനി അതും പോട്ടെ, അതിൻ്റെ മുകളിൽ കസാരയും മേച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ മൊയന്തുകൾ. ഇനി ചത്തോടത്തൊന്ന് ഇത്തിരി നേരം മനസമാധാനമായിട്ട് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാലോ വീണ്ടും വന്നു ആ ജോർജ് കുട്ടി എല്ല് പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മഞ്ഞ ബാഗിൻ്റെ ഉള്ളിൽ കുറേ നാൾ ഈ ലോക്കറിൻ്റെ ഉള്ളിലൊക്കെ സ്വർണം സൂക്ഷിക്കണ പോലെ അങ്ങോട്ട് സൂക്ഷിച്ച് വെച്ചു. എന്നിട്ട് കത്തിച്ചാൽ കളഞ്ഞു. ഈ ശവത്തിലൊക്കെ കുത്തരുതെന്ന് പറയും, പക്ഷെ ഇത് ശവത്തിന്റെ മൂട്ടിൽ കൂടെ കമ്പി കുത്തി കയറ്റിയിട്ട് ശവായ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇവന്മാർ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയാണ്, ഈ ജോർജ് കുട്ടിക്ക് ഒരു ഇളയ പുത്രിയുണ്ട്, അനിമോള്. ഈ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണെങ്കിൽ പോലും ഇവളുടെ പിന്നിലൊന്നും പോയിക്കരുത്. അനുഭവം കൊണ്ട് പറയാണ്. ഇനി അടുത്ത പാട്ടിൽ ഇവന്മാർ എൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ടാവും അന്വേഷിക്കുന്നുണ്ടാവുക. എനിക്കറിയാൻ പാടില്ല.